അതുപോലെ ഇപ്പൊ നേരത്തെ ടിൻചേട്ടൻ പറഞ്ഞു ദഫേദാറിനെ കണ്ടിട്ടുണ്ട് പല സിനിമയിലും. അങ്ങനെ ഒരു ദഫേദാറെ നമുക്ക് അറിയുള്ളൂ. ദഫേദാർ എന്താണ്, അയാളുടെ ജീവിതം എന്താന്ന് ഒരു ത്രൂ ഔട്ട് ഒരു സിനിമ പറയുന്നത് നമ്മളെ ആയിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ്? ദഫേദാർ എന്ന് പറഞ്ഞ കഥ ലോക സിനിമയിൽ ഉണ്ടായിട്ടില്ല. ദഫേദാർ ഇന്ത്യയിലും അവരെ കേന്ദ്രീകരിച്ചൊരു വന്നിട്ടില്ല. എൻ്റെ മനസ്സിൽ ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരാളെന്ന് പറഞ്ഞാൽ രജനീകാന്താണ്. തമിഴില് ആക്ഷൻ സീക്വൻസ് ഒന്നുമില്ല എൻ്റെ അത്, പക്ഷേ തമിഴിൽ ഇത് രജനീകാന്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു വേഷമാണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അതും ഒരു ആക്ടറാണ്, വെറുതെ ഒരു ആക്ഷൻ ഹീറോ മാത്രമല്ല, ഒരു ആക്ടറാണത്. അപ്പോൾ രാജാ സാറിന്റെ മ്യൂസിക്കൽ രജനീകാന്ത് അതൊരു ഇന്റർനാഷണൽ ലെവലായിരിക്കും. കാരണം അങ്ങനെ പറയാൻ സാധിക്കും അദ്ദേഹത്തിന്, രാജ്യത്തിനോട് പറയാൻ സാധിക്കും, ബന്ധുക്കളോട് പറയാൻ സാധിക്കും. ടിനി ടോം ഒരിക്കലും ഉണ്ടാവാറില്ല. ഒരു സിനിമയുടെ കഥ പറയുമ്പോഴും രഞ്ജിയേട്ടൻ എടുത്ത് കഥ പറയുമ്പോഴും ഞാൻ പലരെയാണ് കാണുന്നത്. കാരണം സിനിമ കാണുമ്പോൾ അങ്ങനെ ഇരിക്കും, നമ്മൾ കണ്ടു മറന്നിട്ടുള്ള ആൾക്കാരുടെ മുഖങ്ങൾ വരുള്ളൂ. നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ ഇന്ത്യൻ റുപ്പിയുടെ കഥ പറയുമ്പോഴും പൃഥ്വിരാജിന്റെ കൂടെ ഉള്ളൊരു ഇന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ കൂടുതൽ ആളെന്ന് പറയുമ്പോൾ ഞാൻ വേറെ ആളായിരിക്കും സങ്കല്പിക്കുന്നത് എന്തറിയത്തേക്ക്. അപ്പൊ ഞാനായിട്ട് വരുന്നു, അത് ഞാനായിട്ട് മാറുന്നു. കാരണം എന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ രൂപത്തിൽ. അങ്ങനെ രജനീകാന്തിനെ സ്വപ്നം കണ്ടു. അപ്പൊ രാജാ സാർ അവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ അടുത്ത പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇളയരാജ സാർ. അപ്പൊ തീർച്ചയായിട്ടും ഇത് അന്യഭാഷകളിൽ ഇതൊരു രജനീകാന്തും അമിതാഭ് ബച്ചനൊക്കെ ചെയ്യേണ്ട കഥാപാത്രമാണ്. അതെ, നമ്മൾ തീർച്ചയായിട്ടും ഒരു വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഭയങ്കര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം ഇളയരാജ സാറിന്റെ മ്യൂസിക്കില് ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു പാട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ കൊതിക്കുന്ന കാര്യമാണ്. അതും നമുക്ക് ഈ പടത്തിൽ കൂടെ സാധ്യമായെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ രാജാസാറിനെ നേരിട്ട് കണ്ടു ടിനി ചേട്ടൻ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് പറയും. അതൊരു അത്ഭുതം തന്നെയാണ്. രാജാസാറിന് നമ്മുടെ സ്വപ്നത്തിലില്ല. പിന്നെ പുള്ളിയുടെ പാട്ടുകളൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരെ പാണ്ടിച്ചി അത് എപ്പോഴും പാടുന്ന പാട്ടുകളാണ്. രാജാസാറിനെ കാണാൻ ചെല്ലുക എന്ന് വെച്ചാൽ തന്നെ അതൊരു സ്വപ്നമാണ്. അദ്ദേഹത്തിനെ നേരിട്ട് കാണുമെന്ന് പറഞ്ഞാൽ 40 വർഷമായിട്ട് ഒരേ സ്റ്റുഡിയോയിലാണ്, പ്രസാദ് സ്റ്റുഡിയോ. അദ്ദേഹം ഒരു സ്റ്റുഡിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. 40 വർഷമായിട്ട് 1008ാമത്തെ സിനിമയാണത്. 1008ാമത്തെ സിനിമ ചെയ്യുന്നത്. 40 വർഷമായിട്ട് ഒരു ദിവസം പോലും ബ്രേക്ക് എടുക്കാത്ത ആളാണ്. ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുണ്ടാവും, എന്നാലും ഇവർ കണ്ടിന്യൂസ് സിനിമകൾ ചെയ്യുകയാണ് എല്ലാ ഭാഷയിലും. ഇന്ത്യയിൽ എന്ന സിനിമയാണ് അമിതാഭ് ബച്ചൻ്റെ, അത് റെക്കോർഡിങ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ വലിയൊരു സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അങ്ങേ അറ്റത്ത് വെള്ളയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഞാൻ അടുത്തേക്ക് ചെന്നു, നമസ്കാരം. അപ്പൊ പുള്ളി വളരെ റെക്കോർഡിങ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ, എന്നെ ഇങ്ങനെ കണ്ടു. അപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ലല്ലോ എന്ന് പറഞ്ഞു. നല്ലായി പണിരിക്കേ എന്ന് പറഞ്ഞു. അത് മതി, അത്രയും കിട്ടിയാൽ മതി. അപ്പൊ രാജ സാറ് ഞാൻ ചോദിച്ചു, നിന്റെ ആഗ്രഹം ഫോട്ടോ എടുക്കണം, നമുക്ക് വേറെ ചിന്ത. അപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഇടുക, ഇതൊക്കെയല്ല നമ്മുടെ ചിന്തകൾ. അല്ലാണ്ട് ഇത് കണ്ടവരോട് ഞാൻ ഇത് മറ്റേ വെടിക്കെട്ടിന്റെ ഇടയിൽ പട്ടി വിട്ട പോലെ, വെടിക്കെട്ടിന്റെ ഇടയിൽ പട്ടി വിടുമ്പോ കണ്ടല്ലേ, എവിടെ ഇങ്ങനെ ഇങ്ങനെ അപ്പുറത്ത് വയലിനിസ്റ്റുകൾ ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ഹെഡ്ഫോൺ വെച്ചിട്ട് അത്രയും ഒരു സ്വർഗീയ ലോകത്താണ് ഈ ചെന്നിരിക്കുന്നത്. സംഗീതം, എത്രയോ സംഗീതം. കമൽഹാസനും രജനീകാന്തിനൊക്കെ അമിതാഭ് ബച്ചനൊക്കെ സംഗീതം ചെയ്തിട്ടുള്ള സ്റ്റുഡിയോസിൽ ഞാൻ പോയി നിൽക്കുക. ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. എൻ്റെ കാര്യം ഒന്ന് ഓർത്തേക്ക്, ഇത്രയും ആളെ കണ്ടിട്ട് ഇതൊക്കെ മറന്നിട്ട് ഫോട്ടോ എടുക്കാൻ ചോദിക്കുന്നത് എത്ര ചീപ്പായിരിക്കും ഞാൻ. അല്ല, അത് പക്ഷേ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇതാണ് ഫേസ്ബുക്കിലിട്ട കുറെ ലൈക്സ് കിട്ടുമല്ലോ. അല്ല, ഉള്ള സത്യം. ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കണം. അപ്പൊ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണോ അല്ലെങ്കിൽ നിങ്ങളുടെ പടത്തിന് മ്യൂസിക് ചെയ്യണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മ്യൂസിക് ചെയ്താൽ മതി പറഞ്ഞു. എന്നിട്ട് മാറി ഞാൻ കേൾക്കായിരുന്നു. പിന്നെ അകത്തേക്ക് ചെന്നപ്പോൾ റെക്കോർഡിസ്റ്റ് ഉണ്ട്, ഇദ്ദേഹത്തിന്റെ സിനിമകളുടെ റെക്കോർഡിസ്റ്റ്. അപ്പൊ അദ്ദേഹം കണ്ടിട്ട് ഉടനെ എന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു തെറി പറയാനാണ്, എന്തിനാണെന്നൊന്നും അറിയില്ല. ഞാൻ ചാടി, ഞാൻ നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ തിയേറ്റർ ആണോ എന്ന് ചോദിച്ചു. തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഡ്രാമ. അത് ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത, എനിക്ക് സാധിക്കാത്ത ഒരു ഇനി ചെയ്യണമെന്നെങ്കിൽ തിയേറ്റർ ചെയ്യണമെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, മിമിക്രി എന്ന് പറയും, അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. പറഞ്ഞ തിയേറ്റർ ആർട്ടിസ്റ്റ് മാതിരി ഇരിക്കേ, ഇതൊക്കെ മതി എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ. പിന്നെ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു വയലിനും ഒരു ഡ്രംസും കൂടി കേട്ടപ്പോൾ തന്നെ എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാണുകയാണ്. എന്നെ സ്ക്രീനിലിട്ടിട്ട് എനിക്ക് വേണ്ടി രാജാ സാറ് മ്യൂസിക് ചെയ്തു. അപ്പൊ ഇതിപ്പോ എൻ്റെ ഉള്ളിൽ ഞാൻ കരയാണ് ഇപ്പോഴും. എനിക്കിത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവ് പോലും അത്ഭുതപ്പെടുകയായിരിക്കും, മരിച്ചുപോയി കഴിഞ്ഞ ദുഃഖവില്ലാച്ച. പക്ഷെ എനിക്ക് വേണ്ടി രാജാ സാറ് ചെയ്തില്ല. എത്രയോ സൂപ്പർ സ്റ്റാറുകൾ സ്വപ്നം കണ്ടിട്ടുള്ള. അപ്പോ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഈ യാചകനാണ് ഞാൻ. എനിക്ക് കിട്ടുന്നതിൽ എനിക്കിപ്പോ സ്വർണ്ണഖനിയാണ് കിട്ടിയിരിക്കുന്നത് തോന്നുന്നു. അപ്പൊ രാജാ സാറിന്റെ ഈരടിയിൽ നടക്കുക, രാജാ സാറിന്റെ പാട്ടിൽ അഭിനയിക്കുക, അത് മാതാവിന്റെ ഒരു അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം. അതിന്റെ അപ്പുറം എനിക്ക് എന്റെ കഴിവല്ല, ഏറെ ഏതോ ശക്തിയാണ് എന്നെ നിയന്ത്രിച്ചിരിക്കുന്നത്. മാളുവിന് പ്രേക്ഷകരോട് ഈ സിനിമ എന്തുകൊണ്ട് കാണണം, അതിന് റീസൺസ് എന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. 5 റീസൺ പറയുക.
എന്തുകൊണ്ട് ഇത് കാണണം പറയുന്നില്ല, നിസ്സാരമായിട്ട് പറയുന്നത് എന്തുകൊണ്ട് കാണുന്നത്. നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതെന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് ഈ സിനിമ കാണണം. അത് നമ്മളിനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല. തീർച്ചയായിട്ടും ഇത് എല്ലാ പ്രേക്ഷകർക്കും അവരുടെ ഈ അയ്യപ്പൻ്റെ ക്യാരക്ടറിനെ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരുപാട് അവർ ഇഷ്ടപ്പെടുന്ന, അവർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ടിനിച്ചേട്ടനാണ് എന്നെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു പറയാൻ സാധിക്കുക. ടിനിച്ചേട്ടൻ പറയും എന്തുകൊണ്ട് ഈ സിനിമ കാണണമെന്ന് നമ്മൾ പറയും. ഒന്ന്, ഞാൻ തൊണ്ടകൊണ്ട് വന്നിട്ടുള്ള ആളാണ്, തൊണ്ടകൊണ്ട് ജീവിച്ച ആളാണ്. തൊണ്ടകൊണ്ട് നുണ പറഞ്ഞാൽ ദൈവം ശിക്ഷിക്കും. അപ്പോൾ തൊണ്ട തൊട്ട് തന്നെ ഞാൻ സത്യം ചെയ്ത് പറയുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരാളും ഈ സിനിമയെ പഴിക്കില്ല. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ തൊണ്ട തൊട്ട് സത്യം ചെയ്തത് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ ചിത്രത്തിനാണ്, ഇന്ത്യൻ റുപ്പിക്ക് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇത് ഈ സിനിമ എന്താണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ തലമുറകൾ തമ്മിലുള്ള ബന്ധം. ഇളയരാജ സാർ ഇത് മ്യൂസിക് ചെയ്യാനുള്ള കാരണം തന്നെ അദ്ദേഹത്തിന്റെ മകനും തമ്മിലുള്ള ഒരു ബന്ധം ഇതിൽ തോന്നിക്കുന്നു. മക്കളോട് പറയാനുള്ളത് ആദ്യം നമ്മൾ നമ്മുടെ കാരണവന്മാര് പറയുന്നത് നമ്മൾ പുച്ഛിക്കും, പക്ഷെ പിന്നീട് അറിയത് ശരിയാണെന്ന്. ഇത് മനസ്സിലാക്കിയത് എൻ്റെ ഫാദറിന്റെ മരണത്തിന് ശേഷമാണ്. ഈ 6 മാസമായിട്ടുള്ള കലാപമണി മരിച്ചതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോഴാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഹോണ്ട് ചെയ്തു, മരണങ്ങൾ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തന്നെ. മണിച്ചേട്ടൻ മരിച്ചാൽ ഫാദറിന് ഭയങ്കര ദുഃഖമായിരുന്നു, അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതിനുശേഷം അച്ഛൻ്റെ മരണം വന്നു. ഈ അച്ഛൻ്റെ ഈ രണ്ടും ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സിനിമ വരും. ഈ സിനിമ എനിക്ക് വളരെ ഇത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ടിരിക്കും, ഈ മരണങ്ങൾ. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്ന ഫാദറിൻ്റെ വില എന്താണെന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ, കാരണവന്മാർ കൊണ്ട വെയിലാണ് മക്കളുടെ തണൽ. അതറിയുന്നത് ഇവരില്ലാതാവുമ്പോഴാണ്. കാരണം അവർ പറഞ്ഞത് സത്യമായിരുന്നു, അവരുടെ വില. നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ടോമിയുടെ മകനാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ബഹുമാനം. എൻ്റെ ഫാദറിനെ തന്നെയാണ് അടർത്തി ഇതിലെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശൈലികളും നടപ്പും ഇരിപ്പൊക്കെ ഞാൻ അദ്ദേഹത്തിനെയാണ് അനുകരിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ബന്ധം, ഈ രണ്ട് ജനറേഷൻ തമ്മിലിപ്പോൾ വളരെയധികം ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷേ അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അച്ഛനോടും നമുക്ക് നഷ്ടപ്പെട്ടവരോട് ഭയങ്കര സ്നേഹം തോന്നും. അച്ഛനും മക്കളോടുള്ള സ്നേഹം തോന്നും. മക്കൾ ആഗ്രഹിക്കുന്നത്, ഒരു അച്ഛനും മക്കളെ നശിക്കണമെന്ന് ആഗ്രഹിക്കില്ല, നന്നാവാൻ വേണ്ടി പറയുന്നതാണ്. ശിക്ഷയല്ല അവർ കൊടുക്കുന്നത്, ശിക്ഷണമാണ്. അത് മക്കൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു അച്ഛനും മക്കളെ കൊല്ലാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ അച്ഛനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മകനും അച്ഛനെ കൊല്ലാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ പേപ്പറിലൊക്കെ വായിക്കുന്നത് അറിയാം നമ്മൾ പല മരണങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ബോണ്ട്, ഫാമിലി, ലോകത്ത് ഞാൻ പല സ്ഥലത്ത് സഞ്ചരിച്ചിട്ടുണ്ട്, വേൾഡ് മൊത്തം. പക്ഷേ ഈ ഫാമിലി ബന്ധമുള്ളത് കേരളത്തിൽ മാത്രമാണ്. അപ്പോൾ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് കേരളത്തിന് പേര് കിട്ടാൻ കാരണം തന്നെ ഈ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളുടെ മൂല്യമുള്ള ചിത്രമാണ് ദഫേദാർ. അപ്പോൾ ദഫേദാർ ഒരു പടി കൂടി മലയാളികളുടെ വില കൂട്ടിക്കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദഫേദാർ പ്രേക്ഷകർ കാണണം, പ്രത്യേകിച്ച് തിയേറ്ററിൽ പോയിട്ട്. ഇതിന് ശേഷം DVD CD ഇറങ്ങി കഴിയുമ്പോൾ ഇത് നല്ല പടം വരുന്നില്ല, എന്താ തിയേറ്ററിൽ പറ്റിയത് അങ്ങനെ പറയുന്നുള്ളതാണ്. കാരണം പ്രൊഡ്യൂസേഴ്സാണ് ഇതിന്റെ, ഞാൻ എപ്പോഴും പറയും, ഞാൻ അവസാനിപ്പിക്കുന്നതാണ്, നമുക്ക് ജന്മം നൽകിയവരാണ്, അമ്മമാരാണ് നിർമ്മാതാവ്, മാതാവ്. അപ്പോൾ ആ പ്രൊഡ്യൂസേഴ്സ് ഇത്രയും റിസ്ക് എടുത്ത് അവർക്കൊരു, ഞാൻ പറഞ്ഞു പല വേദിയിൽ ഞാൻ പറഞ്ഞു, ധീരതക്കുള്ള അവാർഡ് കൊടുക്കണം. എന്നെ പോലുള്ള ഒരാൾ വെച്ചിട്ട് ഇങ്ങനെ പടം ചെയ്യും. എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട് സംഭവമൊക്കെ. പക്ഷെ എനിക്ക് ഈ കലാമൂല്യം അല്ലെങ്കിൽ ഭയങ്കര സാറ്റലൈറ്റ് വാല്യൂ എന്നുള്ള ഒരാളല്ല. അപ്പം എന്നെ പോലുള്ള ഒരാൾ വെച്ച് പരീക്ഷിച്ച് എൻ്റെ ഒരു കഴിവ് കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ ഞാൻ അവരോട് നന്ദി പറയുന്നു. അത് ദൈവനിയോഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ചെറിയ മൂല്യമുള്ള സത്യസന്ധതയുള്ള ചിത്രങ്ങൾ വിജയിപ്പിക്കേണ്ടത് പ്രേക്ഷകരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നില്ല, ഞാൻ അപേക്ഷിക്കുകയാണ് അവരുടെ അടുത്ത്. അത് ഇത് സുരേഷ് ഗോപി പറയുന്ന ഒരു രോധനമാണ്. നമ്മൾ പറയുമ്പോഴും എനിക്ക് ചിരിയിലൂടെ പറയാൻ എനിക്ക് താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കരച്ചില് പ്രേക്ഷകർ കേൾക്കും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും 21-ാം തീയതി ദഫേദാർ റിലീസാണ്. എല്ലാവരും തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ മാളുവിന് ഞാൻ ഓൾ ദി ബെസ്റ്റ്. ടിനി ചേട്ടനും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.